ഹോർമുസ് കടലിടുക്ക് ഭാഗികമായി തുറക്കുന്നു. ഒമാനും ഇറാനും കൈകാര്യം ചെയ്യുന്ന താൽക്കാലിക പാത സംബന്ധിച്ച് ധാരണയിലെത്തിയെന്ന സൂചന. ഒമാനുമായുള്ള ചർച്ച അന്തിമഘട്ടത്തിലാണെന്ന സൂചന നൽകി ഇറാൻ. ഹോർമുസിൽ താൽക്കാലിക പാത സംബന്ധിച്ച് ധാരണയിലെത്തിയെന്നാണ് വിവരം. എന്നാൽ ഹോർമുസിൽ ഇറാന് മേൽക്കൈ അനുവദിക്കുന്ന ധാരണ അംഗീകരിക്കില്ലെന്ന് അമേരിക്ക അറിയിച്ചു. ഇറാന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ധാരണയാണ് ഒമാനുമായുള്ള ചർച്ചയിൽ ഉണ്ടായിരിക്കുന്നത്. ഹോർമുസ് വഴി ഗൾഫിലേക്ക് കടക്കുന്ന കപ്പലുകളുടെ നിയന്ത്രണം ഇറാനാണ്. കപ്പലിലെ ചരക്ക് മൂല്യത്തിന്റെ 5 മുതൽ 7% വരെ ടോൾ നിരക്ക് ഈടാക്കാൻ ഇറാൻ അധികാരമുണ്ട്. ഇറാന്റെയും ഒമാന്റെയും നിയന്ത്രണത്തിലുള്ള താൽക്കാലിക പാത തുറക്കാനാണ് ധാരണയായത്. ഇറാന് മേൽക്കൈ നൽകുന്ന ധാരണ അനുവദിക്കാനാവില്ലെന്നും താൽക്കാലിക പാത എന്ന നിർദ്ദേശം അംഗീകരിക്കാനാവില്ലെന്നുമാണ് യുഎസിന്റെ നിലപാട്. ഇറാന് ഹോർമുസിൽ മേൽക്കൈ അനുവദിക്കുന്നത് വിജയം അംഗീകരിക്കുന്നതിന് തുല്യമെന്നും യുഎസ് കണക്കാക്കുന്നു. അടിയന്തരമായി ഹോർമുസ് തുറക്കണമെന്നും ഹോർമുസിന്റെ നിയന്ത്രണം വിട്ടുനൽകാൻ തയ്യാറായില്ലെങ്കിൽ ഇറാനുമേൽ കടുത്ത ആക്രമണം ഉണ്ടാകുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. വെള്ളിയാഴ്ചയ്ക്കകം ഹോർമുസ് തുറക്കുന്നതിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് ട്രംപ് വിശദീകരിക്കുന്നത്. യുഎസുമായി ധാരണയിലെത്തുകയോ പൂർണ്ണമായും കീഴടങ്ങുകയോ ചെയ്യണമെന്ന് അമേരിക്ക നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.